രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാർത്ത നിഷേധിച്ച നടി മഞ്ജു വാര്യർ കോൺഗ്രസിൽ ചേർന്നെന്ന തരത്തിൽ വ്യാപക പ്രചാരണം ചില വാർത്താ ചാനലുകളും വെബ്സൈറ്റുകളും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും കലയാണ് തന്റെ രാഷ്ട്രീയമെന്നും മഞ്ജു പ്രതികരിച്ചു. പ്രചാരണം ശക്തമായതോടെ തുടർന്ന് താൻ രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരു പദ്ധതിയുമില്ല എന്ന് താരം പ്രതികരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഇപ്പോൾ താൻ ഹൈദരാബാദിലാണുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമോ വിധേയത്വമോ ഇല്ല. കലയാണ് തന്റെ രാഷ്ട്രീയമെന്നും മഞ്ജു പറഞ്ഞു. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർ ആഗ്രഹം പ്രകടിപ്പിച്ചെന്നും കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജു വാര്യർ കൂടിയാലോചന നടത്തിയെന്നും എന്നാൽ മഞ്ജുവിന് സീറ്റ് നൽകാൻ കോൺഗ്രസ് താൽപര്യം പ്രകടിപ്പിച്ചില്ലെന്നും അതേസമയം പ്രചാരണ രംഗത്ത് മഞ്ജു സജീവമാകുമെന്നുമൊക്കെയായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ ഈ പ്രചാരണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് നടി. താരസംഘടനയായ അമ്മയെ വെല്ലുവിളിച്ച് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടതിലും മഞ്ജുവിന് മുഖ്യ പങ്കുണ്ട്. മലയാള സിനിമയിൽ ജനപിന്തുണയുള്ള നടിമാരിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളയാളാണ് മഞ്ജു വാര്യർ. ഈ ഘടകം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതിയിരുന്നത്. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളിലേക്കും പ്രളയ സമയങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളിലേക്കും മഞ്ജു വാര്യർ പലപ്പോഴായി നടത്തിയ ഇടപെടലുകൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ മതിലിന് മഞ്ജു വാര്യർ പിന്തുണ അറിയിക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്തിരുന്നു. വനിതാ മതിലിന് ഇതിനോടകം രാഷ്ട്രീയ നിറം വന്നു ചേർന്നത് അറിഞ്ഞിരുന്നില്ല. രാഷ്ട്രീയ നിറമുള്ള പരിപാടികളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ആ നിലപാടാണ് വനിതാ മതിലിന്റെ കാര്യത്തിലുമുള്ളതെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കിയിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഷീ ടാക്സി. അതിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് മഞ്ജു വാര്യർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.